എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പം ഇത് എൻ്റെ അടുത്തൊരു ചേച്ചി ആവശ്യപ്പെട്ടിട്ടുള്ളൊരു വീഡിയോയും കൂടിയാണ് കേട്ടോ. ഇങ്ങനെ നമ്മളെ ഡ്രസ്സിൽ എണ്ണമയമുള്ള കറികളോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അവിടെ വിളക്കിലെ എണ്ണയൊക്കെ ഡ്രസ്സിൽ അത് വളരെ പെട്ടെന്ന് തന്നെ കഴുകിക്കളയാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ്. ഇതൊരു 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കത് മായ്ച്ച് കളയാം കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ ഡ്രസ്സിലൊക്കെ തൂവിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടിന് പുറത്താണെങ്കിൽ ഇത്തിരി വെള്ളം എവിടുന്നേലും കിട്ടുമെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ആ സമയത്ത് തന്നെ അത് കഴുകിയിട്ടൊന്ന് കളയാം കേട്ടോ. അതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് ഇതാണ്. നമ്മൾ സ്കൂൾ യൂണിഫോമിൻ്റെ ഷർട്ടോ ബനിയനോ ഒക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ കോളറൊക്കെ ഉണ്ടാവില്ലേ, ഇത് പേട്ടൻ്റെ PT ഡ്രസ്സാണ്. അപ്പോൾ അത് ഡെയിലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഡെയിലി ഒക്കെ യൂസ് ചെയ്യുന്ന യൂണിഫോംസ് ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കല്ലിലിട്ടിട്ട് ഉരയ്ക്കുമ്പം അത് പെട്ടെന്ന് തന്നെ അതിന് കോളറിൻ്റെ അവിടെയുള്ള നൂലൊക്കെ പൊന്തി ചീത്തയായി പോകും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ കല്ലിലിട്ട് ഉരയ്ക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് കോൾഗേറ്റ് എടുത്ത ശേഷം ആ ഒരു കോളറിൻ്റെ ഭാഗത്തായിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ എടുത്തിട്ട് എല്ലാ ഭാഗത്തായിട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 2 കൈ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെയുള്ള അഴുക്ക് വളരെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. നമ്മൾ കല്ലിലിട്ട് ഡെയിലി അത് ഉരയ്ക്കുമ്പോൾ ഈ ഒരു ഡ്രസ്സ് വളരെ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. യൂണിഫോമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും നൂല് പൊന്തിപ്പോവും. അപ്പോൾ ഇങ്ങനെ കോൾഗേറ്റ് കൊണ്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു അഴുക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു കോളറിൻ്റെ അഴുക്ക് നമ്മൾ കല്ലിലിട്ട് ഉരച്ചാലും അതിൻ്റെ ഒരു പാട് പോലെ അവിടെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു കോൾഗേറ്റ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ മായ്ച്ച് കളഞ്ഞ പോലെ തന്നെ അങ്ങ് പോയിക്കോളൂ കേട്ടോ. ഇതിപ്പോൾ ഞാനിങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് കഴുകി എടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ മുകളിൽ ആദ്യം ഉണ്ടായിരുന്ന അഴുക്കൊന്നും ഇപ്പം ഇല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ കല്ലിലിട്ട് ഉരയ്ക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. ഇതിപ്പോൾ ഒരു ഡ്രസ്സുമ്മേൽ അച്ചാറിൻ്റെ മുകളിലായിട്ട് ഉണ്ടാവില്ല ഒരു എണ്ണമയം, ഈ ഒരു എണ്ണക്കറ തൂവിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ മായ്ച്ച് കളയുന്ന പോലെ കഴുകി കളയാൻ പറ്റും കേട്ടോ. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു കറിയായ ഭാഗത്തേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് പൗഡർ ആയാലും കുഴപ്പമില്ല. അതിനുശേഷം ഒരു സ്പോഞ്ചാണ് വേണ്ടത്. നമ്മളെ വീട്ടിൽ സ്പോഞ്ച് ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇല്ലെങ്കിൽ ഇതേപോലെ സ്ക്രബ്ബറിൻ്റെ ബാക്കിലായിട്ട് ഉണ്ടാവില്ലേ, അതെടുക്കുക കേട്ടോ. എന്നിട്ട് സ്പോഞ്ച് ഇല്ലാത്തത് കൊണ്ട് ഇതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു പൗഡർ ഇട്ട കറയുള്ള ഭാഗത്തില്ലേ അത് അവിടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. 2-3 പ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. ഒരു കറ ഒരു 50% അങ്ങ് പോയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ കറ എപ്പോഴാണോ ഒരു കറ ആയ സമയത്ത് തന്നെ എവിടെന്നെങ്കിലും ഇത്തിരി വെള്ളം എടുത്തിട്ട് അത് കഴുകി കളയാൻ ശ്രമിക്കുക കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് വീട്ടിൽ വന്നിട്ടും കഴുകാം കേട്ടോ, നമ്മൾ പുറത്തൊക്കെ ആയിരിക്കുന്ന സമയത്ത്. അപ്പം ഇതാ ഏകദേശം ഒരു 50-60% ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് തന്നെ കറ പോയിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ മുകളിൽ ആദ്യം നല്ലപോലെ കറയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഡ്രസ്സായാലും അല്ലെങ്കിൽ നല്ല പുതുതായിട്ടുള്ള ഡ്രസ്സായാലും ഒക്കെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഇത് ഞാനൊന്ന് കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. വെറും ജസ്റ്റ് വെള്ളം ഉപയോഗിച്ച് കൈകൊണ്ട് തന്നെ കഴുകി എടുത്തിട്ടുള്ളതാണ്. ഈ ഒരു കറയായ ഭാഗത്ത് ഇപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട്. കറയായ പാട് പോലും ഇല്ല കേട്ടോ. അത് മോളെ ഒരു ഉടുപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു ഉടുപ്പ് ഞാൻ മുഴുവൻ കാണിച്ചുതരാം. നിങ്ങൾക്ക് അളവ് പറയുന്നതല്ല കേട്ടോ. അതിൻ്റെ മുകളിലുള്ള ഈ ഒരു കറ നല്ലപോലെ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് ഇതേപോലെ മുട്ടത്തോടൊക്കെ കളയാതെ എടുത്ത് വെക്കുക കേട്ടോ. ഇങ്ങനെ കുറേ ആക്കുമ്പം അതിനെക്കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമ്മൾ മുട്ടത്തോട് കളയാതെ എവിടെയെങ്കിലും ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയ ശേഷം നമ്മൾ ആ മിക്സീൻ്റെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. മിക്സീൻ്റെ ജാറിലിട്ട് പൊടിക്കുമ്പം ഈ ഒരു മിക്സീൻ്റെ ഈ ഒരു ബ്ലേഡിന് നല്ലപോലെ മൂർച്ച കൂടും കേട്ടോ. നമ്മൾ കടയിൽ കൊടുത്ത് അത് മിക്സീൻ്റെ ജാറിന് മൂർച്ച കൂട്ടൊന്നും വേണ്ട. മുട്ടത്തോട് വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലോണം മൂർച്ച കൂടും. പിന്നെ നമ്മൾ തേങ്ങ അരച്ച് വെക്കുമ്പോൾ നല്ല നെയ്യ് പോലെ തേങ്ങ അരയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് നാളായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അതൊന്ന് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഈ ഒരു മുട്ടേൻ്റെ ഇതൊക്കെ ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സീൻ്റെ ജാറ് ആദ്യത്തെ ഇതും പിന്നെ ഞാൻ തൊട്ട് നോക്കുമ്പോൾ നല്ലോണം മൂർച്ച കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനെ മൂർച്ച കുറവുള്ള ജാറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഈ ഒരു പൊടി വെച്ചിട്ട് നമുക്ക് വേറെ ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അതെൻ്റെ ഈ ഒരു ജാറിൻ്റെ മൂർച്ച നല്ലപോലെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു മുട്ടത്തോടിൻ്റെ പൊടി നമ്മുടെ വീട്ടിൽ അലോവേരയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു അലോവേരേൻ്റെ മെരട്ട് നല്ലപോലെ ഇതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു അലോവേര എത്ര ശോഷിച്ച് കിടക്കുന്ന അലോവേര ഈ ഒരു
അലോവേരയില്ലേ നല്ലോണം ശോഷിച്ച് കിടക്കുന്നതായിരുന്നു. ഈ ഒരു മുട്ടത്തോട് ഞാൻ ഇടാൻ തുടങ്ങിയതാണ് കുറച്ച് ഉഷാറൊക്കെ വെച്ച് വന്നത് കേട്ടോ. അപ്പം മുട്ടത്തോട് പൊടിച്ചിട്ട് ഇതേപോലെ പൊടി ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഞാൻ ആദ്യം അത് അപ്പടാണ് ഇട്ട് കൊടുക്കൽ. അപ്പം ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതേപോലെ മണി പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ മണി പ്ലാന്റിനും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു പൊടി ഇട്ടതിന് ശേഷമാണ് എൻ്റെ മണി പ്ലാന്റ് തേച്ച് വളരാൻ തുടങ്ങിയത്. അടുത്തതായിട്ട് ഈ ഒരു മുട്ടത്തോട് കൊണ്ടുള്ള ഉപയോഗമാണ്. നമ്മുടെ കുക്കറിൻ്റെ അടിഭാഗമൊക്കെ ഇതേപോലെ അഴുക്കായിട്ടുണ്ടാവില്ല, അതേപോലെ ഉൾഭാഗം നമ്മൾ എത്ര സ്ക്രബ്ബർ വെച്ച് ഉരച്ചാലും അത് പോകാൻ കുറച്ച് പാടായിരിക്കും. അപ്പം ഈ ഒരു കുക്കറിനൊക്കെ അടിഭാഗത്തും അതേപോലെ പാനില്ലേ, പാനിൻ്റെ ഒക്കെ അവിടെയൊക്കെയുള്ള ഈ ഒരു കളർ അഴുക്കൊക്കെ നമുക്ക് ഈ ഒരു മുട്ടത്തോടിൻ്റെ പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ പൂക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴുകിയിട്ട് കാണിച്ചു തരാം. ഇതാ ആദ്യമുള്ള എൻ്റെ കുക്കറിൻ്റെ അടിഭാഗവും ഇപ്പോഴുള്ളത് നോക്കിയാൽ നല്ലപോലെ അഴുക്കൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞ എല്ലാ ടിപ്സും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ട് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.